ട്രക്ക് ഡ്രൈവിംഗ് എനിക്ക് തീർത്തും പുതിയൊരു അനുഭവമാണ്. വെറും 6 മാസം മാത്രമേ ആയിട്ടുള്ളൂ ഞാൻ ഈ കൂറ്റൻ വണ്ടിയുടെ സ്റ്റിയറിംഗ് വീൽ കയ്യിലെടുത്തിട്ട്. അതിനു മുമ്പുള്ള 10 വർഷം അതോർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കോൾ സെൻറ്ററിലെ ഇടുങ്ങിയ ക്യാബിനുള്ളിൽ ജീവിതം ഹോമിച്ച 10 വർഷങ്ങൾ. അതൊരു നരകമായിരുന്നു. രാവും പകലുമില്ലാതെ നിർത്താതെ ചിലച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ കോളുകൾ. ഓരോ ഫോൺ ബെല്ലും എൻ്റെ തലച്ചോറിലൂടെ തുളച്ചു കയറുന്നത് പോലെയായിരുന്നു. ആ ഇടുങ്ങിയ മുറിയിൽ ശ്വാസം മുട്ടി മരിക്കുമോ എന്ന് ഞാൻ ഭയന്നു. പലപ്പോഴും ഹെഡ്സെറ്റിൻ്റെ വയർ കഴുത്തിൽ ചുറ്റി എല്ലാം അവസാനിപ്പിച്ചാലോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് വെറുത്തിരുന്നു ഞാൻ ആ 9 മുതൽ 5 വരെയുള്ള ഓഫീസ് ജീവിതത്തെ. എൻ്റെ സമര തെറ്റുമെന്ന് ഉറപ്പായ നിമിഷത്തിലാണ് ഞാൻ ആ പണി ഉപേക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ട്രക്ക് ഡ്രൈവിങ്ങിലേക്ക് തിരിയുന്നത്. അതൊരു രക്ഷപ്പെടലായിരുന്നു. ഇപ്പോൾ എൻ്റെ ജോലി ഓട്ടോമൊബൈൽ പാർട്സുകൾ പല സ്ഥലങ്ങളിലായി എത്തിക്കുക എന്നതാണ്. എന്നെപ്പോലൊരു ബാച്ചിലർക്ക് അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. പക്ഷേ അതിലുപരി ഓരോ യാത്രയും ഓരോ പുതിയ അനുഭവമാണ്. ആ ഇടുങ്ങിയ ഓഫീസിൽ നിന്ന് വിശാലമായ റോഡിലേക്കുള്ള മാറ്റം, അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവില്ല. ചുറ്റും ആരുമില്ല, ഞാനും എൻ്റെ ട്രക്കും പിന്നെ കാതടപ്പിക്കുന്ന എൻ്റെ പാട്ടുകളും മാത്രം. അനാവശ്യമായി സംസാരിക്കുന്ന സഹപ്രവർത്തകരില്ല, ബോസിൻ്റെ ശകാരങ്ങളില്ല. ഞാൻ സ്വതന്ത്രനായിരുന്നു. എൻ്റെ ട്രക്കിൻ്റെ ക്യാബിലിരുന്ന് പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോൾ ഞാൻ അനുഭവിച്ച സമാധാനം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. പക്ഷേ ആ സമാധാനം അധികം നാൾ നീണ്ടു നിന്നില്ല. എനിക്കേറെ പ്രിയപ്പെട്ട ഈ ജോലി, ഈ സ്വാതന്ത്ര്യം, അത് എന്നെ കൊണ്ടെത്തിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു രാത്രിയിലേക്കാണ്. ആ ഒരൊറ്റ യാത്ര. അതിനുശേഷം ഞാനിതാ ഈ തൊഴിൽ തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നു. ആ രാത്രി ആ വിജനമായ വഴിയിൽ എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് കേൾക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഈ യാത്ര എൻ്റെ ജീവിതത്തിലെ അവസാന ട്രക്ക് യാത്രയായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ടെക്സസിലെ ഫോർട്ട് വർത്തിൽ നിന്നും കസ്റ്റം ഓട്ടോ പാർട്സുമായി അമരില്ലോ നഗരത്തിലേക്കുള്ള നീണ്ട യാത്രയായിരുന്നു അത്. തുടക്കത്തിൽ എല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു. എന്നാൽ സമയം കഴിയും തോറും കാര്യങ്ങൾ മാറി മറിഞ്ഞു. മണിക്കൂറുകളോളം നീളുന്ന വിരസമായ ഡ്രൈവിംഗ്. ചുറ്റും നോക്കിയാൽ കാണുന്നത് ഉണങ്ങി വരേണ്ട വിശാലമായ മൈതാനങ്ങൾ മാത്രം. ഇടയ്ക്ക് എപ്പോഴെങ്കിലും കാണുന്ന ചെറിയ പട്ടണങ്ങൾ പോലും ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. തുരുമ്പിച്ച പഴയ കെട്ടിടങ്ങളും തകർന്നടിഞ്ഞ റോഡുകളും മാത്രം. ആ കാഴ്ചകൾ എന്നെ വല്ലാതെ മടുപ്പുളവാക്കിയിരുന്നു. റോഡിന് ഇരുവശവും നിൽക്കുന്ന മെസ്കിറ്റ് മരങ്ങൾ വെള്ളം കിട്ടാതെ കരിഞ്ഞുണങ്ങി ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്നു. ഉണങ്ങിയ പുൽക്കൂട്ടങ്ങൾ ചൂടുള്ള കാറ്റിൽ റോഡിലൂടെ ഉരുണ്ടു നീങ്ങുന്നത് കണ്ടാൽ ആ കരിഞ്ഞ മണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ അവ ശ്രമിക്കുകയാണെന്ന് തോന്നും. ജീവൻ്റെ ഒരംശം പോലും എങ്ങും കാണാനില്ല. അങ്ങനെ ആ ഏകാന്തമായ ഡ്രൈവിങ്ങിനൊടുവിൽ ഞാൻ അമരില്ലോ നഗരത്തിന് ഏകദേശം 70 മൈൽ അടുത്തെത്തി. പകൽ വെളിച്ചം മാഞ്ഞ് രാത്രിയുടെ കരിമ്പടം ആ പ്രദേശത്തെ മൂടിയിരുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നുണ്ട്. എൻ്റെ ട്രക്കിൻ്റെ ഹെഡ്ലൈറ്റുകൾ ആ വിജനമായ ഇരുവരി പാതയിലേക്ക് വെളിച്ചം വീശി. കഴിഞ്ഞ 1 മണിക്കൂറിനുള്ളിൽ ഒരൊറ്റ വാഹനം പോലും എന്നെ കടന്നുപോയിട്ടില്ല. മൈൽ മാർഗിൽ 140 പിന്നിട്ടതിന് ശേഷം റോഡിൽ ഒരൊറ്റ മനുഷ്യജീവിയെപ്പോലും ഞാൻ കണ്ടില്ല. ആ വലിയ ഹൈവേയിൽ ഞാനും എൻ്റെ ട്രക്കും മാത്രം. ഞാൻ തനിച്ചാണ്, തീർത്തും തനിച്ച്. ആ ചിന്ത പെട്ടെന്നാണ് എന്നിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയത്. അതുവരെ ആസ്വദിച്ചിരുന്ന ആ ഏകാന്തത പെട്ടെന്ന് ഭയത്തിന് വഴിമാറാൻ തുടങ്ങുന്നത് പോലെ. സമയം പാദയാത്രയോട് അടുത്തിരുന്നു. റോഡിൽ ഞാനല്ലാതെ മറ്റൊരു മനുഷ്യജീവിയുമില്ല. ആകാശത്ത് നക്ഷത്രങ്ങൾ ചിതറിക്കിടപ്പുണ്ടെങ്കിലും താഴെ ഭൂമി മരവിപ്പിക്കുന്ന ഇരുട്ടിൽ മുങ്ങിയിരിക്കുകയാണ്. എൻ്റെ ട്രക്കിൻ്റെ ഹെഡ്ലൈറ്റുകൾ തീർക്കുന്ന വെളിച്ചത്തിനപ്പുറം എന്താണെന്ന് കാണാൻ പോലും കഴിയാത്തത്ര കനത്ത ഇരുട്ട്. റോഡിൻ്റെ ഇരുവശത്തു നിന്നും ഇരുണ്ട സമുദ്രങ്ങളിൽ നിന്ന് വികൃതമായ നിഴലുകൾ ഉയർന്നു വരാൻ തുടങ്ങി. ഉണങ്ങിയ മരങ്ങളുടെയും കുറ്റിച്ചെടികളുടെയും ശാഖകൾ. പക്ഷേ ആ രാത്രിയിൽ അവ എനിക്ക് മരങ്ങളായിട്ടല്ല തോന്നിയത്. ആകാശത്തെ നക്ഷത്രങ്ങളെ പിടിച്ചെടുക്കാൻ പാതാളത്തിൽ നിന്നും നീളുന്ന മരിച്ചവരുടെ ഉണങ്ങി വരേണ്ട കൈകൾ പോലെ, വളഞ്ഞൊടിഞ്ഞ വിരലുകൾ പോലെ അവ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. ക്യാബിനുള്ളിലെ നിശബ്ദതയും പുറത്തെ ശൂന്യതയും എല്ലാം ചേർന്ന് വല്ലാത്തൊരു ഭയം എൻ്റെ മനസ്സിനെ കാർന്നു തിന്നാൻ തുടങ്ങി. എൻ്റെ ആത്മാവിൻ്റെ ഉള്ളറകളിലേക്ക് വരെ അടിച്ചിറങ്ങുന്ന ഒരു ഭയം. ഞാൻ ഒറ്റയ്ക്കാണ്. ഈ വിജനമായ ലോകത്ത് ഞാൻ ഒറ്റയ്ക്കാണെന്ന ചിന്ത എന്നെ ശ്വാസം മുട്ടിച്ചു. ഈ മരവിപ്പിക്കുന്ന നിശബ്ദത എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു.
അതിനൊരു പരിഹാരം കണ്ടേ തീരൂ. ഞാൻ വേഗത്തിൽ റേഡിയോയുടെ ഡയലിൽ പിടിച്ചു. പാട്ടോ വർത്തമാനമോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ ഈ പേടി മാറുമെന്ന് ഞാൻ കരുതി. കുറച്ച് ഒച്ചയും ബഹളവും കേട്ടാൽ ക്യാമ്പിലെ ഈ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷം മാറുമല്ലോ. പക്ഷേ ഞാൻ ഏത് സ്റ്റേഷൻ വെച്ചിട്ടും കേട്ടത് ഒരേ ഒരു ശബ്ദം മാത്രം, ഷ് എന്ന അരോചകമായ സ്റ്റാറ്റിക് ശബ്ദം. ഞാൻ വീണ്ടും വീണ്ടും സ്റ്റേഷനുകൾ മാറ്റി നോക്കി. ഫലം ശൂന്യം. ഓരോ സ്റ്റേഷനിലും ഇതേ മൂളൽ മാത്രം. എൻ്റെ നെറ്റി ചുളിഞ്ഞു. അമല്ലോ നഗരത്തിൽ ഇത്രയും അടുത്തെത്തിയിട്ടും റേഡിയോ സിഗ്നൽ കിട്ടാത്തത് അസാധ്യമാണ്. സാധാരണ ഇവിടെ നല്ല റേഞ്ച് കിട്ടേണ്ടതാണ്. എന്തോ ഒരു തകരാറ് പോലെ. ആ സമയത്താണ് ഞാൻ വശത്തേക്ക് നോക്കിയത്. ട്രക്ക് മൈൽ 66 എഴുതിയ ഒരു മയിൽക്കുറ്റി പിന്നിടുന്നു. സിഗ്നൽ കിട്ടാത്തതിൻ്റെ കാരണം ആലോചിച്ച് ഒരുവിധം സമാധാനിക്കാൻ ശ്രമിച്ച ഞാൻ റേഡിയോ ഓഫ് ചെയ്തു. വീണ്ടും ആ വിജനമായ റോഡിലേക്ക് തന്നെ കണ്ണുകൾ നട്ടു. റേഡിയോയിൽ നിന്നും ശ്രദ്ധ മാറ്റി ഞാൻ വീണ്ടും റോഡിലേക്കും വശങ്ങളിലെ മിററുകളിലേക്കും നോക്കി. അപ്പോഴാണ് സൈഡ് മിററിൽ ഒരു വെളിച്ചം മിന്നിമറയുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ അനന്തമായ ഇരുട്ടിലൂടെ ഒരു ചെറിയ പ്രകാശബിന്ദു, ഒരു ഒറ്റക്കണ്ണൻ വെളിച്ചം എൻ്റെ പിന്നിലായി വരുന്നു. ദൈവമേ, സമാധാനം. ഞാൻ അറിയാതെ പറഞ്ഞുപോയി. അത് ഉറപ്പായും ഒരു ബൈക്കുകാരനായിരിക്കും. ഈ പാതിരാത്രിയിൽ ഒരു ലോങ് ഡ്രൈവിന് ഇറങ്ങിയതാകും. എൻ്റെ മനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഭാരം പെട്ടെന്ന് ഇറക്കി വെച്ചതുപോലെ തോന്നി. ആ ഭയാനകമായ ഏകാന്തതയ്ക്ക് വിരാമം ഇട്ടിരിക്കുന്നു. ഇനി ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. ആ വിശ്വാസത്തോടെ ഞാൻ ദീർഘശ്വാസം വിട്ടു. മനസ്സിൻ്റെ വേഗത കുറഞ്ഞതുപോലെ. ഞാൻ റേഡിയോ പൂർണ്ണമായി ഓഫ് ചെയ്ത് റോഡിലേക്ക് ശ്രദ്ധിച്ചു. ഇടയ്ക്കിടെ മിററിലൂടെ ആ കൂട്ടുകാരനെ നോക്കാനും ഞാൻ മറന്നില്ല. പക്ഷേ ആ വെളിച്ചം അത് ഞാൻ കരുതിയതുപോലെ ആയിരുന്നില്ല. എൻ്റെ കൂട്ടുകാരനെ ഒന്നുകൂടി നോക്കാനായി ഞാൻ സൈഡ് മിററിലേക്ക് നോക്കി. ആ ഒരു നിമിഷം എൻ്റെ തൊണ്ട വരണ്ടുപോയി. എൻ്റെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ. നിമിഷങ്ങൾ കൊണ്ട് ചക്രവാളത്തിൽ കണ്ട ആ ചെറിയ പ്രകാശബിന്ദു ഇപ്പോൾ കണ്ണൻ ചിപ്പിക്കുന്ന ഒരു പ്രകാശഗോളമായി തൊട്ടു പിന്നാലെ എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത്രയും ദൂരം അയാൾക്ക് പെട്ടെന്ന് താണ്ടാൻ കഴിഞ്ഞത്? ഇരുട്ടായതുകൊണ്ട് രൂപം വ്യക്തമല്ല. പക്ഷേ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം അതിവേഗം അടുത്തുകൊണ്ടിരിക്കുന്നു. അയാൾക്ക് വേഗത്തിൽ പോകാമല്ലോ എന്ന് കരുതി ഞാൻ ട്രക്കിൻ്റെ വേഗത കുറച്ചു. അയാൾ എന്നെ മറികടന്ന് പോകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ഇടതുവശത്തെ മിററിലേക്ക് നോക്കി. ഇല്ല, അയാൾ എന്നെ മറികടന്നില്ല. എൻ്റെ ട്രക്കിന് തൊട്ട് പിന്നിലായി കൃത്യമായ അകലം പാലിച്ച് ആ വാഹനം വരുന്നുണ്ട്. ഞാൻ കണ്ണുകൾ കുറുപ്പിച്ച് ആ രൂപത്തിലേക്ക് ഒന്നുകൂടി നോക്കി. എൻ്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. എൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റായിരുന്നു. അതൊരു മോട്ടോർ ബൈക്ക് ആയിരുന്നില്ല, അതൊരു സൈക്കിളായിരുന്നു. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. പെഡലുകളുള്ള ഒരു സാധാരണ സൈക്കിൾ. ദൈവത്താണെ, പെഡൽ ചവിട്ടി ഓടിക്കുന്ന ഒരു സൈക്കിളിന് എങ്ങനെയാണ് ഹൈവേയിലൂടെ ചീറിപ്പായുന്ന ഒരു ട്രക്കിൻ്റെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുക? എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ കാര്യമെന്തെന്നറിയാൻ ഞാൻ മിററിലേക്ക് വീണ്ടും നോക്കി. എൻ്റെ കൗതുകം ഭയത്തിന് വഴിമാറാൻ നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. ആ കാഴ്ച അതെൻ്റെ സിരകളെ മരവിപ്പിച്ചു. അതൊരു മനുഷ്യനായിരുന്നില്ല, പൂർണ്ണ നഗ്നനായ വെളുത്തു വിളറിയ അസാധാരണ ഉയരമുള്ള ഒരു രൂപം. അതിൻ്റെ മെലിഞ്ഞുണങ്ങിയ ശരീരം കണ്ടാൽ തന്നെ ഓക്കാനം വരുമായിരുന്നു. സൈക്കിളിൻ്റെ ഹാൻഡിൽ പിടിച്ചിരിക്കുന്ന അതിൻ്റെ കൈകൾക്ക് വല്ലാത്ത നീളമായിരുന്നു. വളഞ്ഞൊടിഞ്ഞ ആ കൈകളുടെ മുട്ടുകൾ കൂർത്ത ആടിക്കല്ലുകൾ പോലെ ആകാശത്തേക്ക് തള്ളി നിൽക്കുന്നു. ഭീമാകാരമായ നഖങ്ങൾ ഹാൻഡിൽ അമർന്നിരിക്കുന്നത് എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. അതിൻ്റെ കാലുകളും അങ്ങനെ തന്നെയായിരുന്നു. ആ ശരീരത്തിന് ഒട്ടും ചേരാത്ത അത്രയും നീളമുള്ള കാലുകൾ. പെഡൽ ചവിട്ടുമ്പോൾ അതിൻ്റെ കൂർത്ത കാൽമുട്ടുകൾ വശങ്ങളിലേക്ക് എൻ്റെ ട്രക്കിന് നേരെ തള്ളി നിൽക്കുന്നു. ആ ചെറിയ സൈക്കിളിൽ ഭീമാകാരമായ ഒരു രൂപം ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു കോമാളിയെപ്പോലെ തോന്നിയേക്കാം. പക്ഷേ ആ കാഴ്ചയിൽ ചിരിയായിരുന്നില്ല, മറിച്ച് മരവിപ്പിക്കുന്ന ഭയമായിരുന്നു എനിക്ക് തോന്നിയത്. ആ ശരീരത്തിൻ്റെ ഘടന അത് പ്രകൃതി നിയമങ്ങൾക്ക് എതിരായിരുന്നു. പക്ഷേ ഇതൊന്നുമല്ലായിരുന്നു ഏറ്റവും വലിയ ഭീകരത. അതിൻ്റെ മുഖം. ആ മുഖം ഞാൻ കണ്ടു. അവിടെ കണ്ണുകളില്ല, മൂക്കില്ല, വെറും കുഴികൾ മാത്രം. വെളുത്തു വിളറിയ തൊലി കണ്ണിൻ്റെ കുഴികൾക്ക് മുകളിലൂടെ വലിഞ്ഞു മുറുകി താഴേക്ക് ഒരു കുന്തമുന പോലെ കൂർത്ത താടിയൽ വരെ നീണ്ടു കിടക്കുന്നു. എന്നാൽ വായ ചെവികളിരിക്കേണ്ട സ്ഥലം വരെ നീണ്ടു കിടക്കുന്ന പിളർന്നു നിൽക്കുന്ന ഭീമാകാരമായ വായ. അതിനുള്ളിൽ സ്രാവുകളെപ്പോലെ മൂർച്ചയുള്ള പല്ലുകൾ നിരനിരയായി നിൽക്കുന്നു. ആ വായ തുറന്ന് അതെന്നെ നോക്കി ചിരിക്കുകയായിരുന്നു. അതൊരു ചിരിയായിരുന്നില്ല, അതൊരു ഭ്രാന്തൻ ചിരിയായിരുന്നു. ആ നീളമുള്ള കാലുകൾ അറപ്പുളവാക്കുന്ന രീതിയിൽ മറ്റൊന്നിനെ ഉരസുന്നത് പോലെ ചലിപ്പിച്ചുകൊണ്ട് അത് ഉല്ലാസത്തോടെ സൈക്കിൾ ചവിട്ടുന്നു.
ഇടയ്ക്കിടയ്ക്ക് റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ച് ഒരു വികൃതമായ നൃത്തം വയ്ക്കുന്നത് പോലെ. എൻ്റെ നിയന്ത്രണം വിട്ടു. പോ ഇവിടുന്ന്. ഞാൻ അലറിക്കൊണ്ട് ആക്സിലറേറ്റർ ചവിട്ടിപ്പൊളിച്ചു. ട്രക്കിൻ്റെ എൻജിൻ പുരണ്ടു. എനിക്കിവിടുന്ന് രക്ഷപ്പെട്ടേ തീരൂ. ട്രക്ക് അതിൻ്റെ പരമാവധി വേഗതയിൽ കുതിച്ചു പാഞ്ഞു. എൻ്റെ ഹൃദയം പടപടാന്ന് ഇടിക്കുകയാണ്. മിററിലൂടെ നോക്കിയപ്പോൾ ആ സൈക്കിളിലെ വെളിച്ചം മെല്ലെ അകന്നകന്ന് ചെറിയൊരു ബിന്ദു മാത്രമായി മാറി. ഒടുവിൽ അതും ഇരുട്ടിൽ മാഞ്ഞുപോയി. ഞാൻ ആശ്വാസത്തോടെ ഒന്ന് ശ്വാസം വിട്ടു. കഴുത്തിലൂടെ ഒഴുകിയിറങ്ങിയ വിയർപ്പ് ഞാൻ തുടച്ചു മാറ്റി. എൻ്റെ ശ്വാസം നേരെ വീണു തുടങ്ങി. എന്തായിരുന്നു അത്? എൻ്റെ മനസ്സ് ആ ചോദ്യം ആവർത്തിച്ചു. ഒരു മനുഷ്യന് അങ്ങനെയാകാൻ കഴിയില്ല. അതൊരു പേടി സ്വപ്നമായിരിക്കുമോ? അഡ്രിനാലിൻ കുറഞ്ഞതോടെ ഞാൻ ട്രക്കിൻ്റെ വേഗത സാധാരണഗതിയിലാക്കി. പെട്ടെന്നാണ് എൻ്റെ കണ്ണുകൾ റോഡരികിലെ മറ്റൊരു മയിൽക്കുറ്റിയിൽ വീണ്ടും മുടക്കിയത്. മൈൽ 66. അല്ല, ഇത് പറ്റില്ല. എൻ്റെ തൊണ്ടയിൽ നിന്ന് ഒരു നിലവിളി പുറത്തേക്ക് വന്നു. ഇല്ല. ഈ മയിൽക്കുറ്റി ഞാൻ നേരത്തെ പിന്നിട്ടതല്ലേ? ആ രാക്ഷസൻ വരുന്നതിന് മുമ്പേ ഞാനിത് കഴിഞ്ഞു പോയതല്ലേ? പിന്നെ എങ്ങനെ വീണ്ടും എവിടെ എത്തി? എനിക്ക് ഭ്രാന്താകുന്നതാണോ? മുന്നോട്ട് പോവുകയല്ലാതെ എനിക്ക് വേറെ വഴികളില്ല. ഞാൻ സ്റ്റിയറിങ്ങിൽ മുറുക്കം പിടിച്ചു. വിറയ്ക്കുന്ന കൈകൾ വെളുത്ത് വിളറി. സ്റ്റിയറിങ്ങിൽ പിടിച്ചിരുന്ന എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിരലുകൾ അമർന്ന് വെളുത്ത് വിളറി. പേടിച്ച് ഞാൻ വീണ്ടും മിററുകളിലേക്ക് നോക്കി. ഇല്ല, ഒന്നുമില്ല. റോഡ് ശൂന്യമാണ്. ഞാൻ ശ്വാസമൊന്ന് നേരെ വിടാൻ ശ്രമിച്ച് വെറുതെ ഒന്ന് ഇടതുവശത്തെ ജനലിലൂടെ നോക്കി. ഉച്ചത്തിൽ ശ്വാസം നിലച്ചു പോയതുപോലെ. ദൈവമേ! ആ കാഴ്ച കണ്ട് എൻ്റെ കയ്യിൽ നിന്നും സ്റ്റിയറിംഗ് വഴുതിപ്പോയി. ട്രക്കൊന്ന് പാളി. ഞാൻ റോഡിൽ നിന്ന് താഴേക്ക് പോയേനെ. ആ ശപിക്കപ്പെട്ട ജന്മം അത് ട്രക്കിൻ്റെ തൊട്ടരികിൽ ജനലിനോട് ചേർന്ന് സൈക്കിൾ ചവിട്ടുന്നു. എൻ്റെ ട്രക്ക് പോകുന്ന അതേ വേഗതയിൽ. അതിൻ്റെ മുഖം, ആ ഭീകരമായ മുഖം, അത് തൊട്ടടുത്ത് ഞാൻ കണ്ടു. അതിൻ്റെ ചിരി. വായ അത്രയേറെ വിടർന്നിരിക്കുന്നു. അതുകൊണ്ട് തലയുടെ മുകൾ ഭാഗം പിന്നിലേക്ക് മടങ്ങിപ്പോയതുപോലെ തോന്നി. വായ തുറന്നൊന്നും പറയാൻ പറ്റില്ല. മൂർച്ചയുള്ള പല്ലുകൾ നിറഞ്ഞ് ഒരു കറുത്ത കറുത്തം. അത് എന്നെ തന്നെ നോക്കിയായിരുന്നില്ല, അതെന്നെ നോക്കി ആസ്വദിക്കുകയായിരുന്നു. എന്നെ പിടികൂടി ആ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ വീണ്ടും ഗ്യാസ് പെഡലിൽ ആഞ്ഞു ചവിട്ടി. ട്രക്ക് ഇരമ്പിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു. പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല. ഞാൻ വേഗത കൂട്ടുന്നതിനനുസരിച്ച് അതും വേഗത കൂട്ടി. അതിൻ്റെ ആ നീണ്ട ചിലന്തിക്കാലുകൾ പോലുള്ള കാലുകൾ അതിവേഗത്തിൽ ചലിക്കാൻ തുടങ്ങി. മുകളിലേക്ക് താഴേക്ക് കത്രിക പൂട്ടുന്ന വേഗതയിൽ അത് പെഡൽ ചവിട്ടുകയാണ്. ഒരു യന്ത്രം പോലെ. ഒരു തളർച്ചയുമില്ലാതെ അത് എൻ്റെ ട്രക്കിനൊപ്പം കുതിക്കുന്നു. അതിനിടയിൽ ആ രൂപം മെല്ലെ ആകാശത്തേക്ക് ഉയർത്തി. ആ വായ പിളർന്ന് അത് ചിരിക്കുന്നുണ്ടായിരുന്നു, ശബ്ദമില്ലാതെ. എന്നാൽ എൻ്റെ ഹൃദയം പിളർക്കുന്ന ചിരി. എൻ്റെ ദയനീയാവസ്ഥ കണ്ട് അത് ആസ്വദിക്കുകയാണ്, എന്നെ പരിഹസിക്കുകയാണ്. പെട്ടെന്നത് സൈക്കിൾ റോഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കാൻ തുടങ്ങി. എൻ്റെ തൊട്ടടുത്ത് വെച്ച് എന്നെ പേടിപ്പിക്കാനെന്ന വണ്ണം ഒരു ഭ്രാന്തൻ കളി. എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. കവിളിലൂടെ കണ്ണുനീർ ഒഴുകി. ഞാൻ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അലറി വിളിച്ചു. നിനക്കെന്താണ് വേണ്ടത്? എന്തിനാണ് എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത്? എന്നെ വെറുതെ വിടൂ, പ്ലീസ്. പക്ഷേ മറുപടിയായി ആ രൂപം വീണ്ടും ആകാശത്തേക്ക് നോക്കി. ആ ശരീരം കുലുങ്ങി ചിരിക്കുക മാത്രം ചെയ്തു. പെട്ടെന്ന് അവിശ്വസനീയമായ ഒരു കാര്യം സംഭവിച്ചു. എൻ്റെ കരച്ചിൽ കണ്ട് രസിച്ചതുകൊണ്ടാവണം ആ രൂപം അതിൻ്റെ വേഗത കുറിച്ചു. ഒരു വൈകുന്നേരത്തെ ഉല്ലാസയാത്രയ്ക്ക് ഇറങ്ങിയതുപോലെ വളരെ സാവധാനം അലസമായി അത് സൈക്കിൾ ചവിട്ടാൻ തുടങ്ങി. ഇതാണ് അവസരം. ഞാൻ ആക്സിലേറ്ററിൽ കാലമർത്തി. ട്രക്ക് മുന്നോട്ട് കുതിച്ചു. ആ രൂപം പിന്നിലെ ഇരുട്ടിലേക്ക് മാഞ്ഞുപോയി. ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി, ഒരു കൊച്ചുകുട്ടിയെപ്പോലെ. ഞാൻ അമ്മയെ വിളിച്ച് കരയുന്ന കുഞ്ഞിനെപ്പോലെ കരഞ്ഞു. എന്തിനാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? പ്രേതങ്ങളിലും പിശാചുകളിലും വിശ്വസിക്കാതിരുന്ന ഞാൻ ഇന്ന് രാത്രിയിൽ എൻ്റെ വിശ്വാസങ്ങളെല്ലാം മാറ്റിമറിക്കുകയാണ്. കുറച്ചു ദൂരം കൂടി പിന്നിട്ടു. ചെറിയൊരു കുന്ന് കയറി ഇറങ്ങുമ്പോഴാണ് എൻ്റെ വിധി അവിടെ കാത്തു നിൽക്കുന്നത് ഞാൻ കണ്ടത്. അത് എൻ്റെ മുന്നിലുണ്ട്. എൻ്റെ ട്രക്കിന് മുന്നിലായി നടുറോഡിലൂടെ അത് സാവധാനം സൈക്കിൾ ചവിട്ടി പോകുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് അതൊന്നുമല്ല. ഞാൻ എത്ര വേഗത്തിൽ വന്നിട്ടും എന്നെ മറികടന്ന് അതെങ്ങനെ എൻ്റെ മുന്നിലെത്തി? യുക്തിക്കും ബുദ്ധിക്കും അവിടെ സ്ഥാനമില്ലായിരുന്നു. പെട്ടെന്നത് സൈക്കിൾ ചവിട്ടിക്കൊണ്ട് തന്നെ ശരീരം ഒട്ടും അനക്കാതെ അതിൻ്റെ തല മാത്രം മെല്ലെ പിന്നിലേക്ക് തിരിച്ചു. പൂർണ്ണമായും പിന്നിലേക്ക്. ശരീരം മുന്നോട്ട്, മുഖം എൻ്റെ നേരെ. വായ വീണ്ടും പിളർന്ന് ആ ഭ്രാന്തൻ ചിരി കൂടുതൽ വ്യക്തമായി. പെട്ടെന്നൊരു ബാപ്പിയെപ്പോലെ അന്തരീക്ഷം വിറപ്പിക്കുന്ന ഉച്ചത്തിൽ അത് അലറി വിളിച്ചു. ആ അലർച്ച കേട്ട് എൻ്റെ രക്തം ഐസ് പോലെ തണുത്തുപോയി. പക്ഷേ ആ നിമിഷം ആ ഭയത്തിനിടയിലും എൻ്റെ മനസ്സിലൊരു തീരുമാനം ഉദിച്ചു. ഈ നരകത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ ഈ അന്തകൻ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ അവൻ.
ഇനി എന്ത് സംഭവിച്ചാലും നേരിടുക തന്നെ. ഞാൻ സർവ്വശക്തിയും എടുത്ത് ഗ്യാസ് പെഡലിൽ ചവിട്ടി. ട്രക്ക് ഒരു മൃഗത്തെപ്പോലെ ഇരച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു. എൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ടെന്നോണം ആ രൂപം കൂടുതൽ വികൃതമായി ചിരിച്ചു. എൻ്റെ നെഞ്ച് പൊട്ടിത്തെറിക്കുമെന്ന് എനിക്ക് തോന്നി. അടുക്കുന്നു, കൂടുതൽ അടുക്കുന്നു. പെഡലിൽ മറ്റൊരു ബോർഡ് കണ്ടു, മൈൽ 49. ദൈവമേ, ഇത് വിജയിക്കണേ. ഭയങ്കരമായ ശബ്ദത്തോടെ ആ ട്രക്ക് ആ രൂപത്തെ ഇടിച്ചു തെറിപ്പിച്ചു. കൂട്ടിയിടിയുടെ വലിയ ശബ്ദം. അതിൻ്റെ മെലിഞ്ഞ കമ്പി പോലുള്ള ശരീരം വായുവിൽ ചുരുണ്ടുകൂടി എൻ്റെ വിൻഷീൽഡിൽ വന്ന് ആഞ്ഞിടിച്ചു. ട്രക്കിൻ്റെ ക്യാബിന് മുകളിൽ എന്തൊക്കെയോ വീഴുന്ന ശബ്ദം. ഞാൻ സഡൻ ബ്രേക്ക് ഇട്ടു. ടയറുകൾ റോഡിലുറത്തി വലിയ ശബ്ദത്തോടെ ട്രക്ക് നിന്നു. ചുറ്റും വീണ്ടും നിശബ്ദത. ട്രക്ക് പാർക്ക് ചെയ്ത് വിറയ്ക്കുന്ന കാലുകളോടെ ഞാൻ പുറത്തിറങ്ങി. മുന്നിൽ ആ സൈക്കിൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. ഒരു ചത്ത പാറ്റയെപ്പോലെ അതിൻ്റെ ചക്രങ്ങൾ മടങ്ങിയിരിക്കുന്നു. ഞാൻ ധൈര്യം സംഭരിച്ച് പതുക്കെ ട്രക്കിന് മുന്നിലേക്ക് നടന്നു. കാർഗോ ബൈനിന് പിന്നിലായി റോഡിൽ ആ രൂപം കിടപ്പുണ്ടായിരുന്നു. അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു. കാലുകൾ പലയിടത്തും ഒടിയും തൂങ്ങി വികൃതമായൊരു മാംസപിണ്ഡം പോലെ അത് റോഡിൽ പരന്നു കിടക്കുന്നു. ഞാനതിൻ്റെ മുഖത്തേക്ക് നോക്കി. ദൈവമേ, മരിച്ചു കിടക്കുമ്പോഴും അതിൻ്റെ മുഖത്തെ ആ ക്രൂരമായ ചിരി മാഞ്ഞിരുന്നില്ല. കൂർത്ത പല്ലുകൾ കാട്ടി ആകാശത്തേക്ക് നോക്കി അപ്പോഴും അത് ചിരിക്കുന്നുണ്ടായിരുന്നു. അവസാനത്തെ ചിരി തൻ്റേതാണെന്ന് പറയുന്നത് പോലെ. പെട്ടെന്ന് അസ്ഥികൾ ഒടിയുന്ന ശബ്ദം. ഒരു ഞെട്ടലോടെ ഞാൻ ആ ശബ്ദം കേട്ടു. എൻ്റെ രക്തം വീണ്ടും മരവിച്ചു. ഒടിഞ്ഞ എല്ലുകൾ കൂടിച്ചേരുന്ന ശബ്ദം. ആ ശപിക്കപ്പെട്ടവൻ അവൻ ചത്തിട്ടില്ല. തറയിൽ കിടന്ന് അത് കാലുകൾ ഇളക്കാൻ തുടങ്ങി. ബാലൻസ് കിട്ടാൻ വേണ്ടി അത് തറയിൽ പരതി. പെട്ടെന്നൊരു പാവയുടെ തല തിരിക്കുന്നത് പോലെ അത് അതിൻ്റെ കഴുത്ത് ഖാപ്പ് ഹോപ്പ് എന്ന ശബ്ദത്തോടെ വെട്ടിത്തിരിച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണില്ലാത്ത കുഴികൾ, ആ ഭീകരമായ വായ അതെന്നെ വീണ്ടും നോക്കിച്ചിരിച്ചു. ഒരു നിമിഷം പോലും ഞാനവിടെ നിന്നില്ല. ജീവനും കൊണ്ട് ഞാൻ തിരിഞ്ഞോടി. എങ്ങനെയോ ട്രക്കിൽ കയറി. ഞാൻ എങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തുവെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. ഞാൻ ആക്സിലേറ്റർ തറയിൽ മുട്ടുപോളം ചവിട്ടി. പോകുന്നതിനിടയിൽ എൻ്റെ വിറയ്ക്കുന്ന കണ്ണുകൾ അറിയാതെ റിയർവ്യൂ മിററിലേക്ക് നോക്കി. ആ കാഴ്ച മരണം വരെ എന്നെ വേട്ടയാടും. ആ രൂപം അത് എഴുന്നേൽക്കുകയായിരുന്നില്ല. പകരം ഒടിഞ്ഞ ആ കൈകാലുകൾ ഉപയോഗിച്ച് ഒരു ഭീമൻ ചിലന്തിയെപ്പോലെ തലകീഴായി മറിഞ്ഞ് റോഡിലൂടെ അതിവേഗത്തിൽ ഇഴഞ്ഞു വരികയായിരുന്നു. ഒരു കരിഞ്ചിലന്തി ഇരയെ പിടിക്കാൻ വരുന്നത് പോലെ. അത് വായ വിളർന്ന് അവസാനമായി ഒന്നുകൂടി അലറി വിളിച്ചു. ആ ശബ്ദം എൻ്റെ ചെവിയിൽ തുളച്ചു കയറി. ഞാൻ തിരിഞ്ഞു നോക്കാതെ വണ്ടി പറപ്പിച്ചു. മണിക്കൂറുകളോളം ഞാൻ വണ്ടി ഓടിച്ചു. ഒടുവിൽ വിജനമായ പാതയിൽ ചെറിയ വെളിച്ചങ്ങൾ കണ്ടു തുടങ്ങി. റോഡരികിൽ ഒരു ബോർഡ് തെളിഞ്ഞു. അമരില്ലോ 25 മൈൽസ്. ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു. അമരിൽ എത്തിയ ഉടനെ ഞാൻ ലോഡിറക്കി. അപ്പോൾ തന്നെ ബോസിനെ വിളിച്ച് ഞാൻ രാജി അറിയിച്ചു. ആ രാത്രിയിൽ അവിടെ എന്ത് സംഭവിച്ചു, ഏത് ജീവിയായിരുന്നു എന്ന് എനിക്കൊന്നും അറിയില്ല. അറിയാൻ എനിക്കിട്ട് താല്പര്യവുമില്ല. പക്ഷേ ഒന്നെനിക്കറിയാം, ഞാൻ പഴയ ആളല്ല. ആ രാത്രി എന്നെ എന്നേക്കുമായി തകർത്ത് കളഞ്ഞു. വെറുക്കപ്പെട്ട ആ പഴയ കോൾ സെൻറ്ററിലെ ജോലി, അതിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെയാണെങ്കിൽ ഫോൺ ബില്ലുകളുടെ ശല്യം മാത്രമേ ഉള്ളൂ. ജീവൻ പോകുന്ന പേടിയില്ലല്ലോ. പക്ഷേ ഇപ്പോഴും ഇരുട്ടത്ത് തരിച്ചിരിക്കുമ്പോൾ എനിക്ക് ക്രാക്കുന്ന ശബ്ദം കേൾക്കാം. ആ കണ്ണില്ലാത്ത ചിരി ഞാൻ കാണുന്നു. അനുഭവം 2. എൻ്റെ അമ്മാവൻ കാറ്റോ അദ്ദേഹം വെറുമൊരു ട്രക്ക് ഡ്രൈവറല്ല. അമേരിക്കയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓടുന്ന വലിയൊരു സെമി ട്രക്കിൻ്റെ രാജാവാണ്. ഈസ്റ്റ് കോസ്റ്റ് മുതൽ വെസ്റ്റ് കോസ്റ്റ് വരെ ആ ഭീമൻ വണ്ടിയുമായി അദ്ദേഹം പോകാത്ത സ്ഥലങ്ങളില്ല. കുട്ടിക്കാലം മുതൽക്ക് എനിക്ക് അദ്ദേഹത്തെ വലിയ കാര്യമായിരുന്നു. ഇടയ്ക്കിടെ അദ്ദേഹം വീട്ടിൽ വരുമ്പോൾ മുറ്റത്ത് നിർത്തിയിരിക്കുന്ന ആ ട്രക്ക് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ട് നിൽക്കും. അതൊരു വണ്ടി എന്നതിലുപരി വലിയൊരു ഇരുമ്പ് രാക്ഷസനെ പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. അതിൻ്റെ ടയറുകൾക്ക് തന്നെ എൻ്റെ ഉയരത്തേക്കാൾ വലിപ്പമുണ്ടായിരുന്നു. എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഗർജനം കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളൊന്ന് കാണും. എങ്കിലും ആ വലിയ സീറ്റിലിരുന്ന് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നത് എങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. സ്കൂളിലിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എൻ്റെ മനസ്സിൽ ആ നീളൻ ഹൈവേകൾ മാത്രമായിരുന്നു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ആ ഹൈവേകളിൽ പതിയിരിക്കുന്ന ഇരുട്ടിനെക്കുറിച്ച്. അമ്മാവൻ എപ്പോഴും തമാശകൾ പറയുന്ന കൂട്ടത്തിലാണെങ്കിലും ദീർഘദൂര യാത്രകൾ കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ക്ഷീണവും ചിലപ്പോഴൊക്കെ പറഞ്ഞറിയിക്കാനാവാത്ത എന്തോ ഒരു ഭയവും ഞാൻ കണ്ടിരുന്നു. അന്നത് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം ആ റോഡുകൾ അത്ര നിഷ്കളങ്കമല്ലെന്ന്. ഹൈസ്കൂൾ പഠനം തീരാൻ ഇനിയും കുറച്ച് മാസങ്ങൾ മാത്രം. മനസ്സിൽ കാലങ്ങളായി കൊണ്ടു നടന്ന ആ ആഗ്രഹം ഞാൻ അമ്മാവനോട് തുറന്നു പറഞ്ഞു. എനിക്കുമൊരു ട്രക്ക് ഡ്രൈവറാകണം. അത് കേട്ടപാടെ അമ്മാവൻ്റെ കണ്ണുകൾ തിളങ്ങി. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. കൊള്ളാം,
എൻ്റെ മരുമകൻ എൻ്റെ വഴിക്ക് തന്നെ വരുന്നുണ്ടല്ലോ, അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അടുത്തയാഴ്ച ഞാൻ കാലിഫോർണിയയിലേക്ക് ഒരു ലോഡുമായി പോകുന്നുണ്ട്. അതൊരു നീണ്ട യാത്രയാണ്. നീയും പോരുന്നോ എൻ്റെ കൂടെ? അമ്മാവൻ ചോദിച്ചു. ഞാൻ അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി. സത്യമാണോ അമ്മാവ? പിന്നല്ലാതെ. ഒറ്റയ്ക്ക് ഹൈവേയിലൂടെ ദിവസങ്ങളോളം വണ്ടി ഓടിക്കുമ്പോൾ വല്ലാത്തൊരു ഏകാന്തതയാണ്. സംസാരിക്കാൻ ഒരാളുണ്ടാകുന്നത് നല്ലതല്ലേ? മാത്രമല്ല, വണ്ടി ഓടിക്കാനുള്ള ചില വിദ്യകളും റോഡിലെ രഹസ്യങ്ങളും ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. അമ്മാവൻ സ്നേഹത്തോടെ എൻ്റെ തോളിൽ തട്ടി. കുട്ടിക്കാലം മുതൽ അദ്ദേഹം ചെയ്യാറുള്ളതുപോലെ ആ സ്പർശനത്തിൽ വലിയൊരു വാത്സല്യമുണ്ടായിരുന്നു. പക്ഷേ ആ ക്ഷണം എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. കാലിഫോർണിയ എന്ന സ്വപ്നത്തിലേക്ക് ഞാൻ തലയാട്ടി. പക്ഷെ ഞങ്ങൾ പോകാൻ പോകുന്നത് നരകത്തിലേക്കാണെന്ന് അപ്പോൾ ആരും എന്നോട് പറഞ്ഞില്ല. വെള്ളിയാഴ്ചയായിരുന്നു ഞങ്ങൾ പുറപ്പെട്ടത്. സ്കൂളിൽ അന്നൊരു കടുപ്പമേറിയ കണക്ക് പരീക്ഷയുണ്ടായിരുന്നു. തോൽക്കുമെന്ന് ഉറപ്പുള്ള ആ പരീക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസത്തിലായിരുന്നു ഞാൻ. അത്യാവശ്യം സാധനങ്ങൾ നിറച്ച ഭാഗമായി ഞാൻ ആ വലിയ സെമി ട്രക്കിൻ്റെ ക്യാബിലേക്ക് വലിഞ്ഞു കയറി. ഉയരത്തിലിരിക്കുമ്പോൾ താഴെയുള്ള കാറുകളെല്ലാം കളിപ്പാട്ടങ്ങൾ പോലെ തോന്നി. അമ്മാവൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് എന്നെ നോക്കി ചിരിച്ചു. ആ ചിരിയിൽ വല്ലാത്തൊരു ആത്മവിശ്വാസമുണ്ടായിരുന്നു. നീ തയ്യാറല്ലേ കൂട്ടാ? അദ്ദേഹം ചോദിച്ചു. ഞാൻ തലയാട്ടി. കാലുകൾ ഡാഷ്ബോർഡിലേക്ക് നീട്ടിയിരുന്ന് ഞാൻ സീറ്റിലേക്ക് ചാരിയിരുന്നു. വണ്ടി മെല്ലെ മുന്നോട്ട് നീങ്ങിത്തുടങ്ങി. എഞ്ചിൻ്റെ മുരൾച്ച ഒരു വന്യമൃഗത്തിൻ്റെ ശ്വാസം പോലെ ക്യാബിനുള്ളിൽ തിളങ്ങി. ക്യാബിനുള്ളിൽ മുഴങ്ങി. ഗിയർ മാറ്റുന്നതിനിടയിൽ അമ്മാവൻ ഗൗരവത്തിൽ പറഞ്ഞു, ശ്രദ്ധിച്ചിരുന്നോ? റോഡ് വെറുമൊരു പാതയല്ല, അതിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ഞാനാണ് ഇനി നിൻ്റെ ഗുരു. പറയുന്നത് അതേപോലെ അനുസരിക്കണം. ശരിയമ്മാവ. ഞാൻ ആവേശത്തോടെ മറുപടി നൽകി. എൻ്റെ കണ്ണുകൾ റോഡിൽ തന്നെയായിരുന്നു. പരിചിതമായ നഗരത്തിൻ്റെ വെളിച്ചം പിന്നിലാക്കി മറയുന്നത് ഞാൻ കണ്ടു. ഞാൻ ഹൈവേയിലേക്ക് കടക്കുകയായിരുന്നു. തിരിച്ചുവരവ് അസാധ്യമായ ഒരു വഴിയിലൂടെയാണെന്ന് അപ്പോൾ എനിക്ക് തോന്നിയില്ല. തുടക്കത്തിൽ എനിക്ക് വലിയ ആവേശമായിരുന്നു. അമ്മാവൻ വണ്ടി ഓടിക്കുന്നത് നോക്കി ഞാൻ കണ്ണെടുക്കാതെ ഇരുന്നു. പക്ഷെ മണിക്കൂറുകൾ കടന്നപ്പോൾ ആ കൗതുകം കുറയാൻ തുടങ്ങി. മുന്നിലെ റോഡുകൾ ഒരേപോലെ, മാറ്റമില്ലാതെ നീണ്ടു നിവർന്ന് കിടക്കുന്നു. ചുറ്റും ഒരേ കാഴ്ചകൾ മാത്രം. അമ്മാവൻ്റെ വർത്തമാനങ്ങൾക്കിടയിൽ എപ്പോഴോ എൻ്റെ കണ്ണുകൾ ഭാരപ്പെട്ടു. അറിയാതെ ഞാൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പെട്ടെന്ന് വണ്ടി വല്ലാതെ കുലുങ്ങിയതും വലിയൊരു ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. എനിക്ക് പരിഭ്രമം തോന്നി. ഞാൻ വേഗം സീറ്റിൽ നിവർന്നിരുന്ന് ഡോർ ഹാൻഡിൽ മുറുക്കെ പിടിച്ചു. നന്നായി ഉറങ്ങിയോ? എൻ്റെ അമ്പരപ്പ് കണ്ട് അമ്മാവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കണ്ണുകൾ തിരുമ്മി പുറത്തേക്ക് നോക്കി. സമയം രാത്രി ഏകദേശം 9 മണി കഴിഞ്ഞിട്ടുണ്ടാവും. പുറത്ത് കനത്ത ഇരുട്ട് മാത്രം. റോഡിലെ വലിയ കുഴിയിൽ വീണാണ് വണ്ടി കുലുങ്ങിയതെന്ന് എനിക്ക് മനസ്സിലായി. ക്ഷമിക്കണം അമ്മാവ, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. എനിക്ക് കുറ്റബോധം തോന്നി. സാരമില്ലടാ, നീ എഴുന്നേറ്റത് കൃത്യസമയത്താണ്. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഒരു പ്രത്യേക സ്ഥലത്തുകൂടിയാണ്, അമ്മാവൻ പറഞ്ഞു. ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കാൻ ശ്രമിച്ചു. ഒന്നും കാണാനില്ല. റോഡരികിലെ മരങ്ങൾ ആകാശത്തെ പോലും മറയ്ക്കുന്ന പോലെ തോന്നി. ആ ഇരുട്ടിൽ എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നത് പോലെ എൻ്റെ മനസ്സ് മന്ത്രിച്ചു. ശരിക്കും നമ്മളിപ്പോൾ എവിടെയാണ്? ഞാൻ ആകാംക്ഷയോട് ചോദിച്ചു. മുന്നിൽ മങ്ങിയ കുഴികൾ നിറഞ്ഞ ഒരു പഴയ ഹൈവേ മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. മറ്റു വാഹനങ്ങളൊന്നും ആ വഴിയിൽ ഉണ്ടായിരുന്നില്ല. റോഡിൻ്റെ ഇരുവശത്തും തിങ്ങി നിറഞ്ഞിരിക്കുന്ന മരങ്ങൾ ചന്ദ്രപ്രകാശത്തെ പോലും തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ചുറ്റും മരവിപ്പിക്കുന്ന നിശബ്ദത മാത്രം. ബ്ലാക്ക് ടാവേൺ, ടെക്സാസ്. അമ്മാവൻ എന്നെ നോക്കി ഒന്ന് പുരികമുയർത്തി. എനിക്ക് ആ സ്ഥലത്തെക്കുറിച്ച് ഒരു പിടിയുമില്ലായിരുന്നു. എൻ്റെ അമ്പരപ്പ് കണ്ടപ്പോൾ അദ്ദേഹം തുടർന്നു. ഇതൊരു ചെറിയ സ്ഥലമാണ്. ഏതാണ്ട് 2 പതിറ്റാണ്ടുകളായി ഞാൻ ഈ വഴി വന്നിട്ട്. അവസാനമായി ഞാൻ ഈ വഴി വരുമ്പോൾ ഇവിടുത്തെ ജനസംഖ്യ 100-ൽ താഴെ മാത്രമായിരുന്നു. ദൈവമേ, അത് വളരെ കുറവാണല്ലോ. ആ ഹൈവേയിലെ വിജനത എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. അമ്മാവൻ കൂടെയുള്ളത് മാത്രമായിരുന്നു ഏറെ ആശ്വാസം. ഞങ്ങൾ മുന്നോട്ട് പോകുന്തോറും റോഡിലെ ഇരുട്ട് കൂടി വരുന്നത് പോലെ എനിക്ക് തോന്നി. ആ ഇരുട്ടിൽ എന്തൊക്കെയോ ഞങ്ങളെ ഉറ്റുനോക്കുന്നുള്ളൊരു തോന്നൽ എന്നിൽ ബലപ്പെട്ടു. ഇതൊരു വല്ലാത്ത സ്ഥലമാണ്. ഇതിന് ചില കാരണങ്ങളുണ്ട്, അമ്മാവൻ്റെ ശബ്ദം പറഞ്ഞു. എൻ്റെ അവസാനത്തെ സന്ദർശനത്തിന് ശേഷം ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ലെന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു. അദ്ദേഹം നിരാശയോടെ തലയാട്ടി. പക്ഷേ കിലോമീറ്ററുകൾക്ക് പിന്നിൽ വെച്ച് റോഡ് പണിതന്നത് കാരണം എന്നെ വഴിതിരിച്ചു വിട്ടു. ഈ നശിച്ച ടൗണിലൂടെയാണ് വഴിയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മറ്റേതെങ്കിലും വഴി കണ്ടുപിടിച്ചേനെ. അമ്മാവൻ അസ്വസ്ഥതയോടെ സ്റ്റീറിങ്ങിൽ വിരലുകൾ കൊണ്ട് അതിവേഗം താളം പിടിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്തെ പേടി എന്നെയും ഭയപ്പെടുത്തി. എന്താണ് കാര്യം അമ്മാവ? എന്താണ് ഇത്ര പേടിക്കാൻ? ഞാൻ ചോദിച്ചു. അമ്മാവനൊന്ന് എഴുതൂർപ്പെട്ടു. എന്തോ പറയാൻ മടിക്കുന്നത് പോലെ അദ്ദേഹം കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു,
ശരി, ഞാൻ നിന്നോട് പറയാം. നിനക്ക് അത് മനസ്സിലാക്കാനുള്ള പ്രായമായി എന്ന് എനിക്കറിയാം. പക്ഷേ ഇത് വെറുമൊരു കഥയല്ല. പുറത്തേരിട്ട് വല്ലാതെ കരക്കുന്നത് പോലെ എനിക്ക് തോന്നി. വണ്ടിയിലെ എൻജിൻ ശബ്ദം പോലും ഭീകരമായി മാറി. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പാണ് അത് സംഭവിച്ചത്. നീ അന്ന് ജനിച്ചിട്ട് പോലുമില്ല. അന്ന് ഞാൻ ഈ പണി തുടങ്ങിയിട്ട് വെറും 2 വർഷമേ ആയിരുന്നുള്ളൂ. അമ്മാവൻ പഴയ ഓർമ്മകളിലേക്ക് പോയി. എൻ്റെ ബോസ് എന്നെ ഡാൻഡിയാഗോയിലേക്ക് ഒരു ലോഡുമായി അയച്ചു. കാലിഫോർണിയയിലേക്കുള്ള എൻ്റെ ആദ്യത്തെ ട്രിപ്പ്. ഞാൻ വലിയ ആവേശത്തിലായിരുന്നു. പക്ഷേ അന്ന് ഇന്നത്തെ പോലെ GPS ഒന്നും ഇല്ലല്ലോ. മാപ്പും റോഡ് സൈഡും നോക്കിയാണ് യാത്ര. ടെക്സാസ് അതിർത്തി കഴിഞ്ഞതോടെ എനിക്കൊരു തെറ്റുപറ്റി. ഞാൻ മെയിൻ ഹൈവേയിൽ നിന്ന് മാറി വേറൊരു വഴിയിലേക്ക് തിരിഞ്ഞു. ആദ്യം എനിക്ക് ഒന്നും തോന്നിയില്ല. ആ റോഡും ഹൈവേ പോലെ തന്നെയായിരുന്നു. നിറയെ വണ്ടികൾ, കടകൾ, വെളിച്ചം, എല്ലാം സാധാരണ പോലെ. പക്ഷെ കുറച്ചു ദൂരം പോയപ്പോൾ കാര്യം മാറി മറിഞ്ഞു. റോഡിലെ തിരക്ക് കുറഞ്ഞു. വണ്ടികൾ വരാതെയായി. കടകൾ ഇല്ലാതെയായി. റോഡാകെ തകർന്ന് കുഴികൾ നിറഞ്ഞു. സൂര്യൻ അസ്തമിച്ചതോടെ ആ പ്രദേശം വല്ലാത്തൊരു ഇരുട്ടിലായി. സാധാരണ രാത്രിയേക്കാൾ ഭയാനകമായി എന്തോ ഒന്ന് ആ ഇരുട്ടിലുണ്ടായിരുന്നു. ആ റോഡ് സൈനുകൾ കാണാതായപ്പോൾ എനിക്ക് ശരിക്കും പേടിയായി തുടങ്ങി. നേരത്തെ കണ്ട എന്തെങ്കിലും വഴിയിലൂടെ തിരിച്ചു പോയാലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ ഇത്ര ദൂരം വന്ന സ്ഥിതിക്ക് ഇനി മുന്നോട്ട് തന്നെ പോകണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതായിരുന്നു ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അമ്മാവൻ ഒന്ന് നിർത്തി റിയർ വ്യൂ മിററിലേക്ക് നോക്കി. ഞാൻ വണ്ടി മുന്നോട്ടെടുത്തു. മണിക്കൂറുകൾ കടന്നുപോയി. ഒടുവിൽ ദാ ഒരു വെള്ള ബോർഡ് ഞാൻ കണ്ടു. ബ്ലാക്ക് ടവർ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു. അതിന് താഴെ നമ്പറും, ജനസംഖ്യ 100. ആ 100 കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. സാരമില്ല, ഇവിടെ മനുഷ്യരുണ്ടല്ലോ. അതൊരു ചെറിയ ഗ്രാമമായിരിക്കാം എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. പക്ഷെ ആ ആശ്വാസം അധികം നേരം നീണ്ടു നിന്നില്ല. അതൊരു വിചിത്രമായ ഗ്രാമമായിരുന്നു. കിലോമീറ്ററുകൾ കഴിഞ്ഞിട്ടും ഒരൊറ്റ വീട് പോലും കണ്ടില്ല. കടകളില്ല, വെളിച്ചമില്ല, വിജനമായ റോഡ് മാത്രം അനന്തമായി നിവർന്നു കിടക്കുന്നു. എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ശപിക്കപ്പെട്ട സ്ഥലത്ത് വണ്ടി നിർത്താൻ എനിക്ക് ധൈര്യം വന്നില്ല. എങ്കിലും ഏറെ നേരം ഓടിച്ചപ്പോൾ ദൂരെ ഒരു മഞ്ഞ ബോർഡ് കണ്ടു. ആശ്വാസം. ഓ, അവസാനം എന്തെങ്കിലും കണ്ടല്ലോ എന്ന് കരുതി ഞാൻ വണ്ടിയുടെ വേഗത അല്പം കൂട്ടി. പക്ഷേ ആ ബോർഡിനടുത്തെത്തിയപ്പോൾ എൻ്റെ അമ്പരപ്പ് കൂടി. അതായത് കാൽനടക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള സ്ഥലം, പെഡസ്ട്രെയിൻ ക്രോസിംഗ്. ആ ബോർഡിലെ നടക്കുന്ന മനുഷ്യൻ്റെ ചിത്രം കണ്ടപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ചിന്തിച്ചു നോക്കൂ, കിലോമീറ്ററുകൾ വിജനമായ കാട് പിടിച്ച ഈ സ്ഥലത്ത് ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലാത്ത ഇവിടെ എന്തിനാണ് റോഡ് ക്രോസ് ചെയ്യാൻ ഒരു ബോർഡ്? ഞാൻ ആലോചിച്ച് കാട് കയറി. ആ ബോർഡ് തന്നെ ഞാൻ കണ്ണുനട്ട് ഇരിക്കുകയായിരുന്നു. എൻ്റെ ശ്രദ്ധ മുഴുവൻ റോഡിൽ നിന്ന് മാറിപ്പോയിരുന്നു. പെട്ടെന്നാണ് വണ്ടി വലിയൊരു ശബ്ദത്തോടെ കുലുങ്ങിയത്. ഞാൻ എന്തിലോ ഇടിച്ചിരിക്കുന്നു. വണ്ടി ആഞ്ഞു കുലുങ്ങി. ഞാൻ സർവ്വശക്തിയും എടുത്ത് ബ്രേക്ക് ചവിട്ടി. ടയറുകൾ റോഡിൽ ഉരസി വലിയ ശബ്ദത്തോടെ വണ്ടി നിന്നു. എൻ്റെ ഹൃദയം പടപടാ ഇടിക്കുന്നു. ദൈവമേ, ആളുകൾ നടക്കുമെന്ന് മുന്നറിയിപ്പ് തന്നിട്ടും ഞാനൊരാളെ ഇടിച്ചിരിക്കുന്നു. ഭയന്ന് പറച്ച് എന്നെ തന്നെ ശപിച്ചുകൊണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ചാടി. അയ്യോ, ക്ഷമിക്കണം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ട്രക്കിൻ്റെ പിന്നിലേക്ക് ഞാൻ ഓടി. ട്രക്കിൻ്റെ ലാമ്പിൻ്റെ ചുവന്ന വെളിച്ചത്തിൽ റോഡിൽ കറുത്തു ചുളുങ്ങിയ എന്തോ കിടക്കുന്നത് ഞാൻ കണ്ടു. ആ ചുവന്ന വെളിച്ചത്തിൽ അത് ചോരയാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എൻ്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒന്നും പറ്റിയിട്ടുണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ അടുത്തേക്ക് ചെന്നു. പക്ഷേ ആ രൂപത്തിന് ഏതാനും അടി അകലെ എത്തിയപ്പോൾ അത് മെല്ലെ അനങ്ങാൻ തുടങ്ങി. ഞാൻ അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ വിറയലോടെ ചോദിച്ചു. ആ രൂപം മെല്ലെ എഴുന്നേക്കാൻ തുടങ്ങി. അതൊരു കറുത്ത ലെതർ ജാക്കറ്റ് ധരിച്ച ആരോ ആണെന്ന് എനിക്ക് തോന്നി. പക്ഷേ അത് മുട്ടുകുത്തി നിന്നപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. അത് വസ്ത്രമല്ലായിരുന്നു, അതിൻ്റെ തൊലി തന്നെയായിരുന്നു അത്. കറുത്ത ലെതർ പോലുള്ള തൊലി. ശരീരത്തിൽ ഒരു നൂൽബന്ധം പോലുമില്ല. ഞാൻ അത്ഭുതപ്പെട്ടു. അവിടെയെങ്ങും ഒരു ഇത്തിരി ചോരപ്പാടുകൾ പോലും ഉണ്ടായിരുന്നില്ല. ആ രൂപം എഴുന്നേറ്റ് നിവർന്നു നിന്നു. എൻ്റെ ദൈവമേ, എന്നേക്കാൾ കൂടുതൽ 2 അടി ഉയരം അതിനുണ്ടായിരുന്നു. എൻ്റെ തൊണ്ട വരണ്ടു. കാലുകൾ അനക്കാൻ കഴിയുന്നില്ല. അത് മെല്ലെ എൻ്റെ നേരെ തിരിഞ്ഞു. വണ്ടിയുടെ പിന്നിലെ ചുവന്ന വെളിച്ചത്തിൽ അതിനെ ഞാൻ വ്യക്തമായി കണ്ടു. ആ കാഴ്ച കണ്ട് എൻ്റെ ശ്വാസം നിലച്ചുപോയി. അതിന് മുഖമില്ലായിരുന്നു. കണ്ണോ മൂക്കോ വായോ ഒന്നുമില്ല. മുഖം ഇരിക്കേണ്ട സ്ഥലത്ത് വെറും പരന്ന കറുത്ത തൊലി മാത്രം. അത് പെട്ടെന്ന് അതിൻ്റെ നീളമുള്ള കൈകൾ എൻ്റെ നേരെ നീട്ടി. സൂചി പോലുള്ള അതിൻ്റെ കൂർത്ത വിരലുകൾ. അപ്പോഴാണ് എൻ്റെ ശബ്ദം പുറത്തു വന്നത്. മരണം മുന്നിൽ കണ്ടതുപോലെ ഞാൻ അലറിക്കരഞ്ഞു. എൻ്റെ അലർച്ച കേട്ടതുകൊണ്ടോ എന്തോ അത് കൂടുതൽ വേഗത്തിൽ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ തിരിഞ്ഞോടി. ജീവിതത്തിൽ ഇന്ന് വരെ ഓടിയിട്ടില്ലാത്ത വേഗതയിൽ ഞാൻ ട്രക്കിൻ്റെ ക്യാബിനിലേക്ക് പാഞ്ഞു കയറി. വാതിലടച്ചിട്ട് ലോക്ക് ചെയ്തു.
വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഞാൻ കീതിരിച്ചു. ദൈവമേ, വണ്ടി സ്റ്റാർട്ടാകണേ, ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. പെട്ടെന്ന് വണ്ടിയിലെ ലൈറ്റുകളെല്ലാം അണഞ്ഞു. റേഡിയോ ഓഫായി. എൻജിൻ നിശ്ചലമായി. ഇരുട്ടിൽ ഞാൻ തനിച്ചായി. ഡാഷ്ബോർഡിൽ ആഞ്ഞിടിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞുപോയി. അപ്പോഴാണ് ആ ശബ്ദം ഞാൻ കേട്ടത്. ട്രക്കിൻ്റെ പുറത്ത് ലോകത്തിൽ ദഹം കൊണ്ട് ഉരസുന്ന ഭീകരമായ ശബ്ദം. ചിലമ്പിച്ച ആ ശബ്ദം എൻ്റെ എല്ലുകളിലേക്ക് വരെ തുളച്ചു കയറി. ഞാൻ വിറയലോടെ സൈഡ് മിററിലേക്ക് നോക്കി. ഇരുട്ടിൽ തിളങ്ങുന്ന ആ തീപ്പൊരികൾ. ആ ഭീമാകാരൻ ട്രക്കിൻ്റെ വശങ്ങളിലൂടെ അതിൻ്റെ നീളൻ നഖങ്ങൾ കൊണ്ട് വരച്ചുകൊണ്ട് എൻ്റെ വാതിലിന് നേരെ വരികയാണ്. അത് വാതിലിനടുത്തേക്ക് വരുന്നത് കണ്ട് ഞാൻ സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റ് ക്യാബിൻ്റെ മുകളിലെ ബെഡിലേക്ക് മാറി. അമ്മയെ പേടിച്ച് കട്ടൻ്റെ പിന്നിൽ ഒളിക്കുന്ന കുട്ടിയെപ്പോലെ ഞാനവിടെ ചുരുണ്ടുകൂടി. ശ്വാസം പോലും വിടാൻ പേടിച്ച് ഞാൻ ജനലിലേക്ക് നോക്കി. ഡ്രൈവിംഗ് സീറ്റിൻ്റെ ജനലിലൂടെ ഒരു തല ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു. അതതിൻ്റെ കഴുത്ത് 90 ഡിഗ്രിയിൽ വെട്ടിത്തിരിച്ചു. മുഖമില്ലെങ്കിലും അത് എന്നെ തന്നെയാണ് ഉറ്റുനോക്കുന്നതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് അനങ്ങാതെ അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് അതിൻ്റെ നീളമുള്ള കറുത്ത കൈകൾ ജനലിലേക്ക് പൊന്തി വന്നു. കത്തി പോലുള്ള ആ വിരലുകൾ ഗ്ലാസ്സിൽ തട്ടാൻ തുടങ്ങി. ടക് ടക് എന്ന ശബ്ദം. എൻ്റെ നെഞ്ചിടിപ്പ് കൂടി. മെല്ലെ ശബ്ദം മാറി. ഒരു ഡ്രില്ലിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നത് പോലെ അതിൻ്റെ വിരലുകൾ ഗ്ലാസ്സിൽ വേഗത്തിൽ വട്ടം വരയ്ക്കാൻ തുടങ്ങി. എനിക്ക് വിശ്വസിക്കാനായില്ല. ട്രക്കിൻ്റെ കട്ടിയുള്ള ഗ്ലാസ് അത് വെണ്ണ പോലെ മുറിക്കുകയായിരുന്നു. ഗ്ലാസ് പൊട്ടിത്തുടങ്ങുന്ന ശബ്ദം കേട്ടതും ഞാൻ ഞെട്ടി. ഇനി ഒരു നിമിഷം പോലും ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അത് ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഞാൻ ഒളിച്ചിരുന്ന സ്ഥലത്തുനിന്ന് ചാടി എഴുന്നേറ്റ് ഡ്രൈവർ സീറ്റിലേക്ക് എടുത്തു ചാടി. വിറയ്ക്കുന്ന കൈകളോടെ ചാവി തിരിച്ചു. ദൈവമേ, ചതിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു. ഭാഗ്യത്തിന് വണ്ടി ഒരൊറ്റയടിക്ക് സ്റ്റാർട്ടായി. അപ്പോഴേക്കും ഗ്ലാസ് പൂർണ്ണമായും തകർന്ന് അതിൻ്റെ കൈ ഉള്ളിലേക്ക് എത്തിയിരുന്നു. ഞാൻ ഗിയറിട്ട് വണ്ടി മുന്നോട്ടെടുത്തു. അതിനിടയ്ക്ക് അതിൻ്റെ കൂർത്ത വിരലുകൾ എൻ്റെ കവിളിൽ ഉരസി. ചോര പൊടിച്ചു. വേദന വകവയ്ക്കാതെ ഞാൻ ആക്സിലേറ്ററിൽ ആഞ്ഞു ചവിട്ടി. അത് പുറകിലേക്ക് തെറിച്ചു പോകുന്നത് ഞാൻ കണ്ടു. വണ്ടി പാഞ്ഞു. റിയർവ്യൂ മിററിലൂടെ ഞാൻ കണ്ടു അത് എട്ടുകാലിയെപ്പോലെ വണ്ടിയുടെ പിന്നാലെ ഓടി വരുന്നു. അതിൻ്റെ നീളമുള്ള കാലുകൾ വെച്ച് അത് വണ്ടിക്കൊപ്പം ഓടിയെത്തി. ബട്ടധം എന്നൊരു ശബ്ദം. വണ്ടിയൊന്ന് താഴ്ന്നു. അത് ട്രക്കിൻ്റെ മുകളിലേക്ക് ചാടി കയറിയതായിരുന്നു. ഞാൻ സർവ്വശക്തിയും എടുത്ത് ബ്രേക്ക് ചവിട്ടി. ആ സാധനം തെറിച്ച് വണ്ടിയുടെ മുന്നിലേക്ക് റോഡിലേക്ക് വീണു. ഒരു കറുത്ത കൂമ്പാരം പോലെ അതവിടെ കിടന്നു. ഞാൻ ഒട്ടും ആലോചിച്ചില്ല. വണ്ടി അതിന് മുകളിലൂടെ ഓടിച്ചു കയറി. ടയറുകൾക്കിടയിൽ നിന്ന് എല്ലുകൾ ഒടിയുന്ന ശബ്ദവും അതിഭീകരമായൊരു നിലവിളിയും ഞാൻ കേട്ടു. പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. 20 മൈൽ ദൂരം പിന്നിടുന്നത് വരെ എൻ്റെ ശ്വാസം നേരെ വീണില്ല. അമ്മാവൻ പറഞ്ഞു നിർത്തി. അമ്മാവൻ സ്റ്റീറിങ്ങിൽ ആഞ്ഞിടിച്ചുകൊണ്ട് ആ കഥ അവസാനിപ്പിച്ചു. ഞാൻ കുറച്ചു നേരം വാവൊളിച്ചിരുന്നു പോയി. പിന്നെ അറിയാതെ എനിക്ക് ചിരി വന്നു. കലക്കി അമ്മാവ, സമ്മതിച്ചു. എന്നെ പേടിപ്പിക്കാൻ പറ്റിയൊരു നല്ല കഥ. പണ്ട് അമ്മാവൻ പറയാറുള്ള പ്രേതകഥകളേക്കാൾ സൂപ്പറായിട്ടുണ്ടിത്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത് കെവിൻ. അമ്മാവൻ എൻ്റെ ചിരി നിർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഗൗരവം മാറിയിരുന്നില്ല. ശരി, സമയം രാത്രിയായി. പുറത്ത് ഇരുട്ട്, വിജനമായ റോഡ്. ഒരു പേടിക്കഥ പറയാൻ ഇതിലും നല്ല സാഹചര്യം വേറെ ഇല്ലല്ലോ. ഞാനത് വിശ്വസിച്ചോളാം. ഞാൻ അമ്മാവനെ കളിയാക്കി സീറ്റിലേക്ക് ചാരിയിരുന്നു. അമ്മാവൻ എന്തോ പറയാൻ തുടങ്ങിയതും വണ്ടിയുടെ അടിയിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ടു. ക്ടാപ്പ്. വണ്ടി എന്തിലോ ഇടിച്ച് പൊങ്ങിയതാണ്. അമ്മാവൻ സഡൻ ബ്രേക്ക് ഇട്ടു. ഞാൻ മുന്നോട്ട് തെറിച്ചുപോയി. എന്താ അത്? എന്തു പറ്റി? പെട്ടെന്നുള്ള കുലുക്കത്തിൽ ദേഷ്യത്തോടെ ഞാൻ ചോദിച്ചു. അമ്മാവൻ മറുപടി പറഞ്ഞില്ല. GPS-ൻ്റെ മങ്ങി വെളിച്ചത്തിൽ അമ്മാവൻ വിയർത്ത് കുളിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം അനങ്ങാതെ മുന്നിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. ആ കണ്ണുകളിൽ മരണം കണ്ടതുപോലുള്ള ഭയം. ഞാനും അദ്ദേഹം നോക്കുന്ന ദിശയിലേക്ക് നോക്കി. വണ്ടിയുടെ വെളിച്ചത്തിൽ റോഡ് സൈഡിലായി പഴയൊരു മഞ്ഞ ബോർഡ് നിൽക്കുന്നു. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു, പെഡക്സിങ്. എൻ്റെ ശ്വാസം നിലച്ചുപോയി. അമ്മാവൻ പറഞ്ഞ അതേ ബോർഡ്. ഞങ്ങൾ ഒരേ സമയം പരസ്പരം നോക്കി. ആ നിമിഷം വണ്ടിയിലെ ലൈറ്റുകളെല്ലാം അണഞ്ഞു. എൻജിൻ ഓഫായി. ചുറ്റും മരവിപ്പിക്കുന്ന നിശബ്ദതയും ഇരുട്ടും മാത്രം. ആ വിറയ്ക്കുന്ന ശബ്ദത്തിൽ അമ്മാവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ച് ഞാൻ പറഞ്ഞു, അമ്മാവ, എനിക്കിനി ട്രക്ക് ഡ്രൈവർ ആകണ്ട. ആ ഇരുട്ടിൽ ഞങ്ങൾ ശ്വാസമടക്കിയിരുന്നു. സമയം നിശ്ചലമായതുപോലെ തോന്നി. അമ്മാവൻ പറഞ്ഞത് വെറുമൊരു കഥയല്ലായിരുന്നുവെന്ന് ആ നിമിഷം എനിക്ക് മനസ്സിലായി. അതൊരു മുന്നറിയിപ്പായിരുന്നു. പെട്ടെന്ന് ക്യാബിൻ്റെ പുറത്ത് ലോകത്തിലെന്തോ ഉരയുന്ന ആ പഴയ ശബ്ദം കേട്ടു. കര കര കര. എൻ്റെ ശബ്ദം മരവിച്ചുപോയി. അമ്മാവൻ എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കൈകൾ മഞ്ഞുപോലെ തടുത്തിരുന്നു. ഞങ്ങൾ അനങ്ങാൻ പോലും പേടിച്ച് സീറ്റിൽ ഒട്ടിയിരുന്നു. പിന്നാലെ അമ്മാവൻ്റെ വശത്തുള്ള ജനലിൽ ഒരു താളം കേട്ടു. ടക് ടക് ടക്.
അമ്മാവൻ മെല്ലെ തലതിരിച്ച് ജനലിലേക്ക് നോക്കി. ഞാനും പുറത്തേ ഇരുട്ടിൽ ഗ്ലാസിനോട് ചേർന്ന് മുഖമില്ലാത്ത കറുത്തതല ഒരിക്കൽ കൂടി ഉയർന്നു വന്നു. ഇത്തവണ അത് ഒറ്റയ്ക്കല്ലായിരുന്നു. ഗ്ലാസ് പൊട്ടുന്ന ശബ്ദത്തോടൊപ്പം അമ്മാവൻ്റെ ഉച്ചത്തിലുള്ള നിലവിളിയാണ് അവസാനമായി ഞാൻ കേട്ടത്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഞങ്ങളങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടെന്നും അറിയില്ല. ഞാനത് പിന്നീട് ഒരിക്കലും അമ്മാവനോട് ചോദിച്ചിട്ടുമില്ല. പക്ഷേ ഒന്ന് മാത്രം ഓർക്കുക, നിങ്ങൾ എപ്പോഴെങ്കിലും വിജനമായ ഹൈവേയിലൂടെ പോകുമ്പോൾ കാടുകൾക്ക് നടുവിൽ പെഡക്സിൻ എന്നൊരു ബോർഡ് കണ്ടാൽ വണ്ടി നിർത്തരുത്, തിരിഞ്ഞു നോക്കരുത്, ജീവനും കൊണ്ട് പാഞ്ഞു പോവുക. കാരണം ചില കഥകൾ അവസാനിക്കുന്നില്ല, അവ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും.